കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ? വമിക ഷിബി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സദ്യ സ്റ്റൈൽ അവിയലാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓണക്കാവാനായല്ലോ, എല്ലാരും സദ്യക്ക് എന്തൊക്കെയാ വേണ്ടെന്നുള്ളതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കുന്ന സമയമായിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് അവിയലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമന്റും ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പച്ചക്കറികള് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നീളത്തില് ഒരു അത്യാവശ്യം ഒരു കനത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. നമ്മൾ എടുക്കുന്ന പച്ചക്കറികളെല്ലാം നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ചേന നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പാവയ്ക്ക എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പയറ്, ബീൻസും അതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. പച്ചക്കായ് മേലത്തെ തൊലി, ഇങ്ങനെ പച്ചക്കായിന്റെ മേലത്തെ തൊലി നമ്മളൊന്ന് ചീകി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. നമ്മള് അരിഞ്ഞിട്ട് ഒന്നിങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കഷ്ണം രണ്ടായി പൊളിച്ചെടുത്തതാണ്. വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. വെള്ളരിക്കും കുമ്പളങ്ങിയും ചേർത്ത് കൊടുക്കുക. അപ്പൊ വെള്ളരി മാത്രമാണ് എടുത്തത്. തൈര് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ്, നമുക്ക് പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പച്ചമുളക്, 3 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. കറുപ്പ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടി എടുത്ത തേങ്ങയാണ്. കറിവേപ്പില. ഇത്രയും പച്ചക്കറികളാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ ഇതില് വെണ്ടയ്ക്കയും വഴുതനങ്ങയും നമ്മൾ സാധാരണ അവിയലിൽ ചേർക്കാറില്ല. ചേർക്കുന്നവരുണ്ട്, ഞാൻ ചേർക്കാറില്ല. അരിഞ്ഞ എല്ലാ പച്ചക്കറിയും കൂടെ നമുക്ക് ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ഒരു മൺചട്ടിയിലേക്കോ ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ എടുത്തിട്ടുള്ള പാനാണ്, അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് കഴുകിയിട്ട് വേണ്ടിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാന്. പാവയ്ക്ക ചേർക്കുന്നതുകൊണ്ട് കയ്പ്പ് ഇങ്ങനെ ഉണ്ടാവും, പക്ഷെ അത്ര കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മള് തൈര് ചേർക്കുമ്പോ കയ്പ് അറിയില്ല. എല്ലാ കഷ്ണങ്ങളും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് നമുക്കിപ്പോ ഒരു 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോണ്ടാതെ നമുക്ക് ഇങ്ങനെ കറി പോലെ വേണ്ട കേട്ടോ, ഇതൊരു വറ്റിച്ചെടുക്കാനാണ്. ഇതൊന്ന് ആവി കയറാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഈ കഷ്ണങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വെന്തിട്ടും. പച്ചക്കറികളെല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മളൊന്ന് ജാറിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. നമ്മളൊരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കട്ടെ. നന്നായിട്ട് അരിഞ്ഞു കൊണ്ടൊന്ന് ചതച്ചെടുത്താൽ മതി. അത് അരപ്പ് നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ടുള്ളൂ. തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് ഒതുക്കി എടുത്തതാണ്. നന്നായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ആവണം കേട്ടോ. പച്ചക്കറി എല്ലാം പകുതി വേവായിട്ടുള്ളൂ. ഒന്നും കൂടെ ആയിട്ട് ഈ വെള്ളം ഒന്ന് വറ്റി കഴിയണം. ഒഴിച്ച വെള്ളം ഒന്ന് വറ്റണം. കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങൾ ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഈ ഒരു പരുവത്തിന് വേണം വേവാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കിടക്കണം. വെന്തുടഞ്ഞു പോയാൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും. നമുക്കിതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണത്തിലേക്കെല്ലാം നന്നായിട്ട് ഈ അരപ്പ് പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറണം. അരപ്പ് ചേർത്ത പാടെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യരുത്. നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് ആവി കയറണം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമുക്ക് നടത്തി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറട്ടെ. നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതൊരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുത്താൽ മതി. തൈര് നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിക്കരുത്. അതിന്റെ കട്ട ഒന്ന് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. മൂടി ഒരു 10 മിനിറ്റോളം തുറന്നു വെച്ച് കൊടുക്കണം, ഈ ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. നല്ല ചൂടിൽ തൈര് ഒഴിച്ചു കൊടുത്താൽ കുറച്ച് വെള്ളം പോലെ ആയി പോകും.
അപ്പൊ നമുക്കൊന്ന് തണുത്തിട്ട് തൈര് ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റോടെ നമ്മൾ മൂടി തുറന്നു വെച്ചിരുന്നു. അതിന്റെ ആവിയൊക്കെ ഏകദേശം കുറച്ചൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തണുത്തിട്ട് വേണമെങ്കിലും തൈര് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല പുളിയില്ല, കുറച്ച് ഒരു പാക പുളിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ബൗള് ചേർത്ത് കൊടുത്തത്. പുളി കൂടുതലാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് ഈ തൈര് എല്ലാ വശത്താവുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ അവിയിൽ തൈരൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ മീതെ ഇങ്ങനെ തൂവി കൊടുക്കുക. വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ, ഇളക്കിയിട്ട്. നല്ല മണമാണ്. നല്ല ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല പച്ച പിന്നെ വെളിച്ചെണ്ണേന്റെ നല്ലൊരു മണമാണ്. ഈ കറിവേപ്പിലേന്റെയും വെളിച്ചെണ്ണേന്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. അവിയൽ ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റ് ആട്ടോ, സദ്യ സ്റ്റൈല് ഇങ്ങനത്തെ ഈ അവിയൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ്. നമുക്ക് ചോറിന്റെ കൂടെയും പിന്നെ ഈ കഞ്ഞീന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണിത്. സദ്യ സ്റ്റൈൽ അവിയൽ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള ഓണസദ്യ വിഭവങ്ങളായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അപ്പൊ നമുക്ക് ഇതുപോലുള്ള വീഡിയോ ആയിട്ട് പിന്നെ കാണാം.